മനസ്സ് നിറയുന്ന വിധത്തിലായി ഇവന്റെ മാറ്റം. ഇന്നവിടെ കൂടിയ ആളുകൾ മുഴുവൻ സൂര്യയുടെ ഭക്തിയെക്കുറിച്ചും സൂര്യയുടെ മനുഷ്യത്വത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. ഒരച്ഛനെന്ന നിലയ്ക്ക് അത് കേട്ടു നിൽക്കുമ്പോ ഒരുപാട് അഭിമാനം തോന്നി. അച്ഛാ, വരുന്നവര് മുഴുവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യത്തിൽ ഈ പ്രശംസകൾ മുഴുവൻ ഇയാൾക്ക് അവകാശപ്പെട്ടതാ. എല്ലാത്തിനും മുമ്പിൽ ഇയാൾ എന്നെ നിർത്തിയെന്നുള്ള സത്യ. പക്ഷേ തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ടും ഇയാളുടേതായിരുന്നു. സ്വാമി പൂജ തീരുമാനിച്ച ഞാനാണോ? അന്ന് സാറിന്റെ കൂടെ ഇരുന്ന ഭിക്ഷക്കാരെ അന്നദാനത്തിന് വിളിച്ച ഞാനാണോ? അതാ സാർ മനുഷ്യത്വം എന്ന് പറയുന്നത്. ഉള്ളിന്റെ ഉള്ളില് നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ വെറും വാശി കൊണ്ട് പറ്റില്ല. അതെ മോളെ, അതാ ഞാനും പറഞ്ഞത്. സൂര്യ, നീ ഇപ്പൊ കാണിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതിനെ പ്രശംസിക്കാനും പുകഴ്ത്താനും ഒക്കെ ഒരുപാട് ആളുണ്ടാവും. അത് നീയൊരു സമ്പന്നനായതുകൊണ്ടൊന്നുമല്ല. അതിനപ്പുറത്ത് സമ്പന്നമായൊരു മനസ്സ് നിനക്കുള്ളോണ്ടാ. അച്ഛാ, ഒരുപാട് ഇങ്ങനെ പൂഴ്ത്തി പറയല്ലേ. പിന്നെ വർഷാവർഷം ചിലപ്പോ ഞാൻ അർമുവിന്റെ അമ്പലത്തിലേക്ക് മാത്രമല്ല ശബരിമലയിലേക്കും പോവാൻ ഞാൻ മാലയിടേണ്ടി വരും. അതിനെന്താ? അച്ഛന്റെ മരുമോളെ അതിനും മടിക്കില്ല. ഓ, ഇനി ഞാൻ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. പക്ഷെ ഇതെനിക്ക് നിർബന്ധമായിരുന്നു. ആ, ഇത് പിന്നെ താനൊരു നേർച്ചയായിട്ട് നേർന്നുകൊണ്ടല്ലേ. ഞാൻ എന്താ നേർച്ച നേരാൻ കാരണമെന്ന് സാർ ചോദിച്ചില്ലല്ലോ. അത് പിന്നെ എനിക്ക് സുഖമില്ലാതെയപ്പോ. അല്ല സർ, ഇനിയത് സാറിനോട് പറയാതിരിക്കുന്നതിൽ കാര്യമില്ല. രാജേട്ടൻ മാലയിട്ട ദിവസം നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായില്ലേ? ആ ഫോട്ടോ കയറിയതുമായിട്ട് ബന്ധപ്പെട്ട് സാറും പത്മ മാഡവും തമ്മിലുണ്ടായ ബഹളം. അന്ന് സാർ പെട്ടെന്ന് ദേഷ്യം വന്ന് അമ്മയെ കൈ ഒങ്ങിയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പാപം അത്. ആ പാപത്തിന് പരിഹാരം വേണമെന്നാ ഞാൻ തീരുമാനിച്ചത്. അതിന് ഞാൻ സാറിന് മാല ഇടിയിച്ചത്. എത്ര ദേഷ്യം വന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല സർ. പെറ്റമ്മയ്ക്ക് പകരം ഈ ഭൂമിയിൽ വേറെ ഒരു സ്ഥാനവും ഇല്ല. വഴക്കും വൈരാഗ്യമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം അമ്മയുടേത്. അത് മറക്കരുത്. കേട്ടോടാ, കാര്യപ്രാപ്തി എന്താന്നുള്ളതിന്റെ തെളിവാണ് മോളിപ്പോ പറഞ്ഞിട്ട് പോയത്. എടാ, ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. അതൊരു കുറവായിട്ട് കാണുകയും വേണ്ട. ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും മനസ്സുറപ്പിച്ചു തന്നെ പറയാം. അവള് മാത്രമാ ദൈവം നിനക്കായി തീരുമാനിച്ച പെണ്ണ്. മനസ്സിലായോടാ?